ആദ്യം തന്നെ ഞാൻ പരിചയപ്പെട്ട മലയാളികൾ ഇവനും കാർത്തികും. അത് കഴിഞ്ഞ് ഇവരുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു, മെയിൽ ലിസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു. അത് തന്നെ സഞ്ജയ് ഫുൾ ടൈം ഹോംസെക്ക്. സഞ്ജയ്ക്ക് അപ്പൊ വന്ന ആദ്യത്തെ മാസം തന്നെ സഞ്ജയ്ക്ക് നാട് വിടണം, ഫുൾ കരച്ചിലും വിളിച്ചതും എനിക്ക് മലയാളം സംസാരിക്കണം എപ്പം കണ്ടാലും ഇതേ പരാതിക്കായിരുന്നു. ഞങ്ങൾ കാണുമ്പോഴൊക്കെ അതും പറഞ്ഞിട്ട് ഒച്ചയും വിളി തന്നെയായിരുന്നു. അവസാനം ആദ്യത്തെ സെമസ്റ്ററിൽ തന്നെ ഫുൾ മെയിലിംഗ് ലിസ്റ്റ് ഒക്കെ അയച്ചു, ആരും റിപ്ലൈ ചെയ്തില്ല, അതോടെ മരിച്ചു അല്ലേ? പിന്നെ ഒരു കൊല്ലം പിടിച്ചില്ല ഈ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ. അപ്പം ശേഖർ പറഞ്ഞ മാതിരി ഒരു കൊല്ലം പിടിച്ചു സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ. അത് അതോടെ നിന്നു പോയില്ല എന്ന് വിചാരിക്കുന്നു അല്ലെ? അടുത്ത പ്രാവശ്യം ഞങ്ങളിനി ഇവിടെ വരുമ്പോ ഇതേമാതിരി ഒരു ഗെറ്റുകാരൻ കിട്ടണം. അതെ, എപ്പോഴും ഉണ്ടാവും. ആർക്ക് വേണമെങ്കിലും അപ്പൊ അത് ആ മെയിലിംഗ് ലിസ്റ്റിൽ ഇവിടെ വരെ എത്തിയപ്പോ തന്നെ ആ ഒരു ഇത് തന്നെ കാണുമ്പോ എന്തോ പറയാ, ആ ഒരു സന്തോഷമൊക്കെ. അപ്പൊ അത് ഇതോടെ നിന്ന് പോകരുതെന്ന് അത് മാത്രമേ ഉള്ളൂ പറയാൻ. കാരണം ഞങ്ങൾ ഇനി ഇവിടെ വരുമ്പോഴും എല്ലാ പ്രാവശ്യം എല്ലാവർക്കും ഓരോ നെറ്റ്വർക്ക് ഉണ്ട്. മലയാളികൾക്ക് ഇതുവരെ ഞാൻ കണ്ടിടത്തോളം അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കാന്നല്ലാതെ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് എവിടെയും കാണാറില്ല. ഇതങ്ങനെ തീർന്നു പോയില്ലെന്ന് വിചാരിക്കുന്നു. ഹോപ്പ്ഫുള്ളി ദിസ് വാസ് വണ്ടർഫുൾ. എല്ലാവരും എന്താ പറയാ, ഇവിടെ വന്ന് മീറ്റും സഞ്ജയന്റെ സ്കെറ്റ് വേറെ എല്ലാ പരിപാടികളും ഒക്കെ നന്നായിരുന്നു. അത്രേ ഉള്ളൂ. ഷർട്ട് ചേഞ്ച് ചെയ്തൂടെ?